ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര. ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഇത്തം തൊഴുതപേക്ഷിച്ചു നിൽക്കും നിജ ഭക്തനോടപ്പോൾ അരുൾ ചെയ്തു ഭൂമിയും സർവചരാചരദാത്രിയായി മേവിന സർവം സഹാദേവിയായതും ഞാൻ മമ ഭർത്തൃ നിയോഗേന നിന്നെ രക്ഷിപ്പതിൻ അത്യരം പ്രത്യക്ഷയായി വന്നതിങ്ങനെ. പുത്രാ നിനക്കിനിയും ബധ വേണ്ടുകിൽ അത്രൈവ മത്സ്മൃതി ചെയ്കിലവിടെ ഞാൻ പ്രത്യക്ഷയായി വന്നു സങ്കടം പോക്കുവാന്. ചിത്തചാഞ്ചല്യമുണ്ടായായി ഒരിക്കലും നാരായണ സ്വാമി സർവജഗൽക്കുരു കാരുണ്യവാരിധി കാത്തുകൊള്ളും ദൃഢം നല്ലതുമേന്മേൽ വരികെന്ന് അനുഗ്രഹിച്ച് അല്ലലൊഴിഞ്ഞു മറഞ്ഞാൾ ദരിദ്രിയും. തുല്യമതിയായ പ്രഹ്ലാദ ഭക്തി കണ്ട് എല്ലാവരും ബഹുമാനിച്ചിതേറ്റവും. വല്ലാതെ കണ്ടിളിപ്യം കലർന്നീടിനല്ലോ ഹിരണ്യകശുപൂവാം വീരനും. ഇല്ലാച്ചതികളും അങ്ങവനേൽക്കയെന്ന് ഉള്ളിലുറച്ചു നിർലജനായി പിന്നെയും നല്ലവണ്ണം പറഞ്ഞങ്ങു ശനാന്തികേ. നല്ല ശിക്ഷയ്ക്കുടനാക്കിനാൻ പിന്നെയും ഭാഗ്യവാന്മാർക്കു ചെയ്യുന്നതെല്ലാം മഹാ ഭാഗ്യമായേവരും നീക്കമില്ലേതുമേ. യോഗ്യമാം വിദ്യകൾ അഭ്യസിച്ചിടുവാന് യോഗ്യനായി വന്നാലവൻ പല കാലവും യോഗ്യ പുരുഷനല്ലോ ഹൃദയസ്ഥനായി. യോഗ്യമുദിപ്പിച്ചു നിൽക്കുന്നതെപ്പോഴും കാൽക്ഷണകാലമാത്രം പോലും ഈശ്വര സാക്ഷിയോഗം മറന്നിടുമാറില്ലവൻ താനും ഗുരുവും ജഗന്മയൻ മാധവൻ. നാനാചരാചരാചാര്യനാമീശനും നൂനം പ്രപഞ്ചവും ഈരേഴു ലോകവും ആനന്ദപൂർവം ഒന്നായി കണ്ടിരിപ്പവൻ ദാനവാദീശ്വര നന്ദനൻ തന്നെ മാനസപത്മം പരമപുരുഷനൂലം നിലയനമായി ചമഞ്ഞു സദാകാലമതിനാല്. വിളങ്ങിനാൻ ഏറ്റവും ബാലനവനെ വധിക്കരുതാഞ്ഞു തൽക്കാലേ. മുഴുത്ത വിചാരവും ഭീതിയും കൂടിക്കലർന്നു തളർന്നു ദിതിസുതൻ വാടിക്കുഴഞ്ഞിടർ തേടിനാൻ മനസ്സേ. അങ്ങനെ ചെല്ലുന്ന കാലത്ത് ഒരു ദിനമങ്ങോ ഗ്രഹകൃത്യ വാഗ്രമനസ്കനായി നിന്ന ഗുരുവിനെ കണ്ടു ദിതിസുതനന്ദനൻ സഹബ്രഹ്മചാരികളാകിയ
ബാലകന്മാരെ അനുസരിച്ച് അന്തികേ ചാലെ വിളിച്ചു മധുരമായി ചൊല്ലിനാൻ. ഞാനൊരു നല്ലതുണ്ടെന്നു ചൊല്ലിയിടുന്നു, മാനസതാരിൽ ഗ്രഹിപ്പിൻ എല്ലാവരും. മാനുഷനായാൽ ചെറിയ നാളെ മുത മാനസേ ഭാഗവത് ധർമ്മനീതികൾ സാധിച്ചു കൊള്ളുക വേണം മനുജന്മമീതിനിങ്കൽ. ലഭിപ്പാൻ പണിതുലോ പാരിലിതും ലഭിച്ചിടുകിലും പുനരോരോ പോയി കഴിയുന്നിതു കാലവും. ബാല്യവാർദ്ധക്യ കാലങ്ങൾ രണ്ടെങ്കിലും ചാലെ പ്രവർത്തിക്കു ശക്തിയില്ലേതുമേ. യൗവനത്തിങ്കലഹങ്കാരയുക്തരായി ഗർവികളായ ധനകാമികളായോരോ രാഗദേശാദി വിവശരായ അങ്ങനുഭോഗികളായി വരും. മായാബലവശാല് മറ്റൊരു ജാതികൾക്ക് പുരുഷാർത്ഥമിങ്ങുറ്റുവാ സാധിപ്പാനരുതതു നിർണയം എന്നിതെല്ലാം വിചാരിച്ചു കാണുമ്പോഴും ഇന്നിക മനുഷ്യന്മാരായി ചമകിലോ. ചെമ്മേ ഭഗവൽ പദാംബുജ സേവയായി ജന്മഹേതമൊഴിച്ചിടുക വേണ്ടതും നന്നായി നിരൂപിച്ചു കൊള്ളുവിനെല്ലാവരും എന്നവൻ ചൊന്നതു കേട്ടതാ ബാലരും. ചൊന്നാർ നിനക്കും ഇവിടെ ഈ ഞങ്ങൾക്കും ഒന്നു തന്നെ ഗുരുവിൽ ഒരു സംശയം എന്നാകയാലിതു നിന്നോട് ചൊന്നതാരെന്നിതു കേട്ടറിയുന്നീല ഞങ്ങളോ. ഞങ്ങൾക്കു നിൻ വചനാമൃതം കേൾക്കയാല് ഇങ്ങകതാർ തെളിഞ്ഞിടുന്നതേറ്റവും നിന്നകതാരിൽ ഉറച്ചവാറെങ്ങനെ എന്നതും ഞങ്ങൾക്കു ചൊല്ലിത്തരികടോ എന്നവരൊന്നിച്ചു ചോദിച്ചതു കേട്ട് ചൊന്നാനവരോരുടൻ ധനുജേന്ദ്രജൻ. മുന്നം മമജനകൻ തപസ്സിന്നു പോയന്നു സുരേന്ദ്രാദിദേവകൾ വന്നുടൻ ദാനവമന്ദിരം സംഹരിക്കും വിധൗ മാനം നടിച്ചതിരുട്ടാസുരകൾ വീറോടെതിർത്തു പോർ ചെയ്തു തോറ്റിടിനാർ. ഏറെ പരവശപ്പെട്ടു സുരാന്യേയം മണ്ടുന്ന നേരത്തു മാതാവു സംഭ്രമിച്ച് ഇണ്ടൽ പൂണ്ടേറ്റമുഴന്നു നിൽക്കുന്നതു കണ്ടുപിടിച്ചു സംക്രനന്ദനൻ കൂടവേ കൊണ്ടുപോകുന്നതു കണ്ടു വീണാദരൻ. മാർഗമധ്യേ പുരുഹൂതനോടിന്നിതു യോഗ്യമല്ലെന്നരുൾ ചെയ്തു വാങ്ങി ദ്രുതം തന്നെ സന്നിധൗ കൊണ്ടുപോയിടിനാൻ. ചെന്നിടരന്നിയെ നന്നായിരുത്തിനാൻ. അന്നു മാതാവിനാലുള്ള ശുശ്രൂഷ കണ്ട് അന്യോന്യമോദവാത്സല്യം കളർന്നുടൻ ഗർഭസ്ഥനാമെന്നേ ഉദിഷ്യ മാതാവിന്നപ്പോഴുതാത്മജ്ഞാനാർത്ഥതത്വത്തെയും ഭാഗവതധർമ്മനീതി മതങ്ങളും ആഗമന്താർത്ഥ സൂക്ഷ്മോപദേശത്തെയും ഭക്തിപ്രഭാവഭേദങ്ങളും കേവലം മുക്തി വരുത്തും പ്രകാരവും മുക്കവേ ചിത്തം തെളിഞ്ഞു സന്നിഗ്ധങ്ങൾ നീങ്ങുമാറ് എത്രയും ആദരവോടരുളി ചെയ്തു. ശ്രീ സ്വഭാവം കൊണ്ടു മാതാവിനങ്ങതു സാക്ഷാൽ മറന്നുപോയി മഹാമായയായി. നീക്കമൊഴിഞ്ഞു മുനീശ്വര അനുഗ്രഹാല് സൂക്ഷ്മമായെങ്കലുറച്ചിതു സർവവും. അങ്ങനെയുള്ള സ്വാഭാവികയാകുന്നതിങ്ങു
എൻ മാനസ സംഗതി തേറുവിൻ എന്ന് അവരോട് പരമാർത്ഥം ഒക്കവേ ചൊന്നവനാനന്ദം ഉൾക്കൊണ്ടു സാദരം പിന്നെ പരമാത്മസൂക്ഷ്മതത്വത്തെയും ഒന്നവർക്കെല്ലാം ഉപദേശിച്ചിടിനാൻ പ്രഹ്ലാദനാൽ അനുശാസിതരാമവർ ആഹ്ലാദമാത്മജ്ഞാനാർത്ഥം തെളിഞ്ഞുടൻ വിഷ്ണു ഭക്ത്യാ വിളങ്ങിടിനാരേറ്റവും കൃഷ്ണരാമാദി ജപവും തുടങ്ങിനാം ഏകന ബാലനെ ശിക്ഷിച്ചു നിന്നളവ് ആകെ ഒരുപോലെയായി വന്ന കാരണം പ്രാകൃതന്മാരാശനസ്തനയന്മാർ ആകുലബുദ്ധ്യ നടുങ്ങിനാരേറ്റവും ദാനവാദീശനറിയും പൊഴുതിലഞ്ഞ് അജ്ഞാനി കോപിച്ചു ചാടുന്നതിൻ മുന്നമേ നമ്മുടെ ദോഷമല്ലെന്നു ചെന്നിനി നിർമായമെല്ലാം അറിയിച്ചു കൊള്ളുവാന് വൈകരുതെന്നവരുണ്ടായ അവസ്ഥകൾ ഐകമത്യത്തോടു ചെന്നു ചൊല്ലിടിനാൻ കോപിച്ചതു കേട്ടു ദാനവാദീശ്വരൻ താപിച്ചകന്നൊന്തു വേവിച്ചിടുന്നുടൻ ചാടിപ്പുറപ്പെട്ടു പുത്രനെ അങ്ങുവമ്പോട് വിളിപ്പിച്ചു മുമ്പിൽ നിർത്തിച്ചൊന്നാന് എന്തടാ കശ്മല ദുർബലനായ നീ എന്തു ബലം കൊണ്ടിവിടെ മമാജ്ഞയും ലംഘിച്ചു നമ്മുടെ ദേശികൻ തന്നെയും ശങ്കിച്ചിരിയാതെ ജാത്യാരിയാകിയ പങ്കജനാഭനെ സേവിച്ചു കൊള്ളുന്നു പങ്കികൾ തന്നിൽ വച്ചഗ്രേസരനായ നിങ്കഴുത്തിന്നറുത്തിയിടുന്നതുണ്ടു ഞാൻ എങ്കരവാൾ കൊണ്ടതിനില്ല സംശയം എന്നാലിവിടെ നിൻ ബന്ധുവായുള്ളവൻ നിന്നെ വന്നിങ്ങു രക്ഷിക്കുമെന്നാകിലോ നന്നങ്ങിരിക്കുന്നോനവനന്ന് എന്നോടു കശ്മല ചൊല്ലുന്നു നീ എന്നിങ്ങനെ പിതാ കോപിച്ചു ചൊന്നളവ് അന്യോന്യഭക്ത്യ തൊഴുതവൻ ചൊല്ലിനാൻ ഹരേ നാരായണ അടുത്ത ഭാഗം നാളെ.